ശതകോടികൾ മുടക്കി പണിത പുതിയ പാർലമെന്റ് മന്ദിരം ചോർന്നൊലിക്കുന്നതായി സമാജ്വാദി പാർട്ടി SP അധ്യക്ഷൻ അഖിലേഷ് യാദവ്. ഡൽഹിയിൽ അതിശക്തമായ മഴയാണ്. ഈ മഴ സമയത്താണ് ഒരു വർഷം മുൻപ് നിർമ്മിച്ച പാർലമെന്റ് മന്ദിരം ചോർന്നൊലിക്കുന്നത്. ചോർച്ചയുടെ വീഡിയോ സഹിതം അഖിലേഷ് എക്സിൽ കുറിപ്പിട്ടു. പാർലമെന്റിന്റെ ലോബിയിലുള്ള ചോർച്ചയാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മൺസൂൺ കാല സമ്മേളനത്തിന്റെ ബാക്കി പഴയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശവും അഖിലേഷ് ഉയർത്തിയിട്ടുണ്ട്. പഴയ പാർലമെന്റ് മന്ദിരം ഇതിലും മികച്ചതായിരുന്നു. പഴയ MP മാർക്ക് വന്ന് കാണാനും സംസാരിക്കാനും പറ്റും. എന്തുകൊണ്ടും നമുക്ക് പഴയ പാർലമെന്റിലേക്ക് തിരിച്ചു പോയിക്കൂടാ. ശതകോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ മന്ദിരത്തിലെ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന പദ്ധതി കഴിയുന്നത് വരെ നമുക്ക് അവിടെ സമ്മേളനം നടത്താം. BJP സർക്കാർ ഭരിക്കുമ്പോഴുണ്ടാകുന്ന ഏത് കെട്ടിടത്തിന്റെയും മേൽക്കൂര ചോരുന്നത് അവയുടെ മികച്ച ഡിസൈൻ കൊണ്ടാണോ എന്ന് പൊതുജനം ചോദിക്കുന്നത് കുറിപ്പിൽ അദ്ദേഹം എഴുതി. വീഴുന്ന വെള്ളം ശേഖരിക്കുന്നതിനായി ബക്കറ്റ് വെച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കോൺഗ്രസ് MP മാണിക്യം ടാഗോറും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുമെന്നും MP അറിയിച്ചു. അതേസമയം പുറത്തു വന്ന വീഡിയോയിലുള്ള ചോർച്ച മാത്രമേ പാർലമെന്റ് മന്ദിരത്തിലുള്ളൂവെന്ന് മാത്രമാണ് ഭവന നഗര കാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അനൌദ്യോഗികമായി ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി 2023 മെയ് 28-നാണ് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. അതേ വർഷം സെപ്റ്റംബർ 19 മുതൽ ഇരുസഭകളിലും പഴയ മന്ദിരത്തിൽ സമ്മേളനം നടത്തുന്നു. 1200 കോടി രൂപയാണ് ചെലവ് വന്നത്. तुम लोग मत आ जाओ यार इसमें। गुड स्पीक।